പിന്നെ ഷൈൻ ടോം ചാക്കോയുടെ ഓട്ടം, ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയുള്ള ഓട്ടം, അത് കഴിഞ്ഞിട്ടിപ്പോൾ ആൾ മിസ്സിംഗ് ആണ്. എങ്ങോട്ടാണ് പോയത് എന്നുള്ളതിൻ്റെ സൂചന പോലീസിന് കിട്ടിയിരിക്കുന്നത് തമിഴ്നാട്ടിലേക്കെന്നാണ്. ഇങ്ങനെ ഒരു നടൻ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടി ഇങ്ങനെ മുങ്ങേണ്ട ഒരു അവസ്ഥ വരുന്നെങ്കിൽ പിന്നിലെന്തോ ഗുരുതരമായ കാര്യമുണ്ടല്ലോ. അതെ, ഇപ്പോൾ പുതിയൊരു ഇതും കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. അമ്മ രംഗത്തിറങ്ങിയിട്ടുണ്ട്. എൻ്റെ മോനെ വേട്ടയാടുന്നു എന്നും പറഞ്ഞ്. ഈ അമ്മ ഈ മോനെ ഒന്ന് നിയന്ത്രിച്ചിരുന്നെങ്കിൽ ഇത്രയും വലിയ വഷളനായി മാറില്ലായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഇയാൾ ലഹരി സംഘം അല്ലെങ്കിൽ ലഹരിയെ പിടിക്കാനായി വരുമ്പോൾ ഇയാൾ ജനൽ വഴി ഇറങ്ങി ഓടുന്നത് ഇയാൾ കള്ളനായിട്ടല്ലേ? സ്വാഭാവികമായിട്ടും ഇത് ഉപയോഗിക്കുന്നതും അല്ലെങ്കിൽ ഇത് കൈവശമുള്ളതും കൊണ്ടായിരിക്കണമല്ലോ ഓടുന്നത്. അല്ലെങ്കിൽ ഇപ്പം സാധാരണ ഒരു നടൻ, ഇപ്പോൾ കുഞ്ചാക്കോ ബോബനോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു നടൻ ഒരു ഹോട്ടലിലിരിക്കുമ്പോൾ ലഹരി പരിശോധന നടത്തിയ കുഞ്ചാക്കോ ഇറങ്ങി ഓടുമോ? ഇല്ലല്ലോ. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് മാത്രമല്ല, അത് നടികൾക്കെതിരെ മോശമായ വസ്ത്രം മാറുന്നിടത്ത് ഞാനും കൂടെ വരാം, ഇതൊക്കെ ഒരുമാതിരി വഷളൻ സംസാര രീതികളാണ്. അത് ആരാണെങ്കിലും ശരി അങ്ങനെ സംസാരിക്കാൻ പാടില്ല. അത് വളരെ മോശമാണ്. പ്രത്യേകിച്ച് സ്ത്രീകളോട് ഇത്തരത്തിൽ അപമര്യാദയായി പെരുമാറാൻ പാടില്ല. അത് ആരാണെങ്കിലും, സിനിമാ നടനായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് ജോലികൾ ചെയ്യുന്നവരായിക്കോട്ടെ, അധ്യാപകനായിക്കോട്ടെ, ആരാണെങ്കിലും അത്തരത്തിൽ മോശമായി പെരുമാറാൻ പാടില്ല എന്ന് തന്നെയാണ് അഭിപ്രായം. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ ഷൈൻ ടോം ചാക്കോയെ സംബന്ധിച്ചിടത്തോളം നിരന്തരം പരാതികളാണ്. പരാതികൾ എന്ന് പറഞ്ഞാൽ ഒരാൾ സഹികെടുമ്പോഴാണ് പരാതിപ്പെടുന്നത്. നമുക്കറിയാം, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പൊതുവേ ഒരു പരമാവധി ഈ പരാതിപ്പെടില്ല. കാരണം ഇത് മറ്റുള്ളവർ അറിയുമ്പോൾ അവർക്ക് കൂടി അതൊരു മോശം, പല ആൾക്കാർ പല വിധത്തിലാണല്ലോ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ പരാതിപ്പെടില്ല, കുറേ സഹിക്കും. തീരെ നിവർത്തി കിടുമ്പോഴാണ് പറയുന്നത്. പ്രത്യേകിച്ച് സിനിമാ ലോകത്താണെങ്കിൽ പരമാവധി പറയാതിരിക്കാൻ ശ്രമിക്കും, കാരണം അവസരങ്ങൾ നഷ്ടപ്പെടുമോ എന്ന് പേടിച്ച്. ഷൈൻ ടോം ചാക്കോയെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യേണ്ട ആവശ്യമില്ല. അയാൾക്ക് തക്കതായ ശിക്ഷ കൊടുക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇതിൽ പ്രധാനപ്പെട്ട കാര്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിൻസി പരാതി പറഞ്ഞു വിൻസിക്ക് ആ പേര് വെളിയിൽ വരാൻ താല്പര്യമില്ലായിരുന്നു. ഇന്നലെ അതിനെപ്പറ്റിയൊക്കെ ഈ പേര് പുറത്തുവിട്ടവർക്കെതിരെയൊക്കെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനം, എരുതിയിൽ നിന്ന് വറചട്ടിയിൽ നിന്ന് എരുതിയിലേക്കാണ് എന്നെ എടുത്തിടുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വൈകാരികമായിട്ടൊക്കെ വിൻസി പ്രതികരിക്കുകയും ചെയ്തു. പക്ഷെ അങ്ങനെയാണോ വേണ്ടത്? ഷൈനെ പോലെ ഇത്തരം ക്രിമിനൽ സ്വഭാവമുള്ള നടന്മാർ എത്ര കണ്ട് സഹിക്കാനായിട്ട് മലയാള സിനിമയ്ക്ക് പറ്റും? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു സിനിമാ സെറ്റ് എന്ന് പറയുന്നത് തൊഴിലിടമാണ്, ഇവരുടെ വിനോദ കേന്ദ്രമല്ല. അവിടെ വന്നിരുന്ന് ഈ തൊഴിലെടുക്കുന്നതിനിടയ്ക്ക് ലഹരി ഉപയോഗിക്കുന്നു. ആ ലഹരി ഉപയോഗിച്ചിട്ട് അപമര്യാദയായിട്ട് പെരുമാറുന്നു. എങ്ങനെ ധൈര്യം വരുന്നു എന്നുള്ളതാണ്. പോലീസ് പരിശോധനയില്ലേ? ഈ ഹോട്ടലിലേക്ക് പോലീസ് വരുന്നത് തന്നെ ഒരു മുഖ്യ ലഹരി ഇടപാടുകാരൻ, ലഹരി കച്ചവടക്കാരൻ അവിടെ ഉണ്ട് എന്ന വിവരം കിട്ടിയിട്ടാണ്. അപ്പോൾ ഇയാളുടെ കൂടെ, ഷൈൻ ടോം ചാക്കോയുടെ കൂടെ ആ റൂമിലുണ്ടായിരുന്നത് പാലക്കാട് സ്വദേശിയായിട്ടുള്ള ഒരു മേക്കപ്പ് മാനാണ്, ഒരു മേക്കപ്പ് ചെയ്യുന്ന ആളാണ്. പക്ഷേ അവിടെ നിന്ന് ഇവർ ഇറങ്ങി ഓടുക. അങ്ങനെ ഇറങ്ങി ഓടാൻ അവിടെ റൂമിൽ നിന്ന് ലഹരി ഒന്നും കിട്ടിയിട്ടുമില്ല, ഈ അന്വേഷിച്ച് വന്ന ആളെയും കണ്ടില്ല. പക്ഷെ അങ്ങനെ ഇറങ്ങി ഓടുന്നെങ്കിൽ ഒരു കാര്യവുമില്ല, ഞാൻ ലഹരി ഉപയോഗിച്ചിട്ടില്ല, എൻ്റെ കൈവശം ലഹരി ഇല്ല, ഞാൻ സൂക്ഷിച്ചിട്ടില്ല, അങ്ങനെയാണെങ്കിൽ ഓടേണ്ട കാര്യമില്ല. അപ്പോൾ ഇതെന്തോ ഇതിന് പിന്നിൽ ഒരു കാര്യമുണ്ട്. പിന്നെ അതും പോരാഞ്ഞിട്ട് തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിലേക്ക് ഒളിവിൽ പോകുന്നു. എന്തിനായി ഒളിവിൽ പോകുന്നു? അപ്പോൾ വിൻസിയുടെ പരാതിയിൽ കഴമ്പുണ്ട്, അതിൻ്റെ പേരിൽ ഒരു അറസ്റ്റ് ഉണ്ടായേക്കാം, പരാതി കൊടുക്കുകയാണെങ്കിൽ ക്രിമിനൽ നടപടി പോലീസ് എടുത്തേക്കാം. ഇങ്ങനെ ഒരുപാട് ഭയമുണ്ട്. അതെല്ലാം ഒന്ന് ഒതുക്കി തീർക്കാൻ കുറച്ച് സമയം വേണം എന്നുള്ളത് കൊണ്ടായിരിക്കണം ഷൈൻ ടോം ചാക്കോ ഇപ്പോൾ കേരളത്തിൽ നിന്ന് മാറി തമിഴ്നാട്ടിലേക്ക് നിൽക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ ലഹരി പദാർത്ഥങ്ങളില്ലാതെ ഇവർക്ക് നിൽക്കാൻ പറ്റില്ല. ഈ പറഞ്ഞതുപോലെ ഈ ലഹരി പദാർത്ഥങ്ങൾ ബൾക്കായിട്ട് കൊണ്ടു നടക്കാൻ പറ്റില്ലല്ലോ. സ്വാഭാവികമായും ഇപ്പോൾ ബാഗിനകത്ത് സൂക്ഷിച്ച് നമുക്ക് 3 മാസത്തേക്കുള്ള ലഹരി പദാർത്ഥമൊന്നും വാങ്ങിച്ചു വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് ഇവർ 1-2 ദിവസത്തേക്കാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരാൾ കൊണ്ട് കൊടുക്കണമല്ലോ. അത് ഇവർക്ക്, അതാണ് ഈ പറഞ്ഞ പാലക്കാട് സ്വദേശി, അങ്ങനെയുള്ള ആൾക്കാർ പലപ്പോഴും പല സെറ്റുകളിലും എത്തുന്നുണ്ട്. അത് നിയന്ത്രിക്കണം. അതിൽ പിടുത്തം വന്നാൽ ഒരു പക്ഷേ കുറേയൊക്കെ ഇതിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞേക്കും. പക്ഷേ സിനിമാ സെറ്റെന്ന് പറഞ്ഞാൽ അതൊരു ലോകമാണ്. അവിടെ ഒരു പ്രത്യേകതരം ലോകമാണ്. അവിടെ ഇവരെല്ലാം രാജാക്കന്മാരാണ്. നമുക്കറിയാമല്ലോ, സിനിമാക്കാരെന്ന് പറഞ്ഞാൽ അവരെല്ലാം വലിയ ആളുകളാണല്ലോ. അവരൊക്കെ ഈ സാധാരണക്കാരൻ്റെ ദുഃഖമോ ഒന്നും അവർക്ക് മനസ്സിലാവില്ല. അവർ ഈ പറഞ്ഞ പോലെ വെള്ളി വെളിച്ചത്തിൽ അല്ലെങ്കിൽ പണത്തിൻ്റെ മുകളിൽ, മറ്റേ ശ്രീനിവാസൻ ഉദയനാണ് താരത്തിലൊക്കെ പറയുന്ന പോലെ എനിക്ക് ചുരുങ്ങിയത് ഒരു 2 കോടി രൂപയെങ്കിലും വേണം ഒരു മാസം കഷ്ടിച്ച്. ചില മാസങ്ങളെ 3 കോടിക്ക് മേളിൽ പോകും. അതേത് മാസമെന്നൊക്കെ ജഗതി ചോദിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ ഇവർ വേറൊരു ലോകത്താണ്. ഇവർക്ക് കൈപ്പിടിയിൽ കിട്ടണം. ലഹരി, പെണ്ണ്, മദ്യം, ഇതെല്ലാം ഇവർക്ക് ഒരു സാധാരണ പോലെയുള്ളൊരു സംഭവങ്ങളാണ് ഇതൊക്കെ.
അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ പറഞ്ഞതുപോലെ ഇവർ വേറൊരു വെള്ളി വെളിച്ചത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. ഈ ഭീഷ്മ എന്ന് പറയുന്ന സിനിമയിൽ ഷൈൻ ടോം ചാക്കോ ചെയ്യുന്ന ഒരു വേഷമുണ്ട്, ശ്രദ്ധിച്ചിരിക്കുമല്ലോ. ലഹരി ഉപയോഗിക്കുന്ന ആളായിട്ട് ചെറിയ ഈ മാഫിയ പ്രവർത്തനമുള്ള, ചെറിയ വലിയ രീതിയിലുള്ള മാഫിയ പ്രവർത്തനമുള്ള അത് എനിക്ക് തോന്നുന്നു സ്വന്തം ജീവിതത്തിൽ നിന്ന് ഷൈൻ പകർത്തിയ വേഷമായിരിക്കും ആ ചെയ്തത്. അഭിനയിക്കേണ്ടി വന്നില്ലേ, ജീവിക്കുകയായിരുന്നു. ഇങ്ങനത്തെ ഒരു എങ്ങനെയാണ് ഒരു നടന് അത്തരത്തിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത് എന്നുള്ളതാണ്. സിനിമാ ലോകം അതിന് സഹകരിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് എനിക്ക് വ്യക്തമാകുന്നത്. കാരണം ഇല്ല എന്നുണ്ടെങ്കിൽ എന്ന സിനിമയിൽ ഒരാൾ സിനിമയിൽ എടുക്കുമോ, ഒരു ലഹരി ഉപയോഗിക്കുന്നു, അവിടെ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തു, ആ ഷൂട്ടിംഗ് നിന്ന് പോകുന്നു. എങ്ങനെയാ ഒരു പ്രൊഡ്യൂസർക്ക് അല്ലെങ്കിൽ ഡയറക്ടർക്ക് ഇങ്ങനെയുള്ള ഒരാളെ അനുവദിക്കാൻ കഴിയുന്നത്? ഇതിൽ ഈ പറഞ്ഞതുപോലെ സർക്കാർ ആർജവത്തോടുള്ള നിലപാടെടുക്കണം. സിനിമാ മന്ത്രി എന്തോ പറയുന്നത്, വെളിവില്ലാതെ സംസാരിക്കുമോ സിനിമാ മന്ത്രി? പലപ്പോഴും പറയുന്നതെന്ന് പറഞ്ഞാൽ എമ്പുരാൻ വിവാദങ്ങളാവട്ടെ എങ്കിലേ ആളുകൾ കാണൂ. എന്താണ് അയാൾ ഈ എല്ലാ കാര്യങ്ങളിലും അതുപോലെയാണല്ലോ. പണ്ട് ഒരു വിവാദം ഉണ്ടാക്കിയാണല്ലോ മന്ത്രിസ്ഥാനം വരെ പോയത് സംസാരത്തിൽ. അതുപോലെ തന്നെ ബീഡി വലിക്കുന്നത് തെറ്റാണോ, കുട്ടികൾ കഞ്ചാവ് വലിച്ചപ്പോൾ ബീഡി വലിക്കുന്നത് തെറ്റാണോ, എന്നിട്ട് അവസാനം കിടന്ന് ഉരുണ്ടു. എനിക്കറിയില്ല അവര് കഞ്ചാവ് വലിച്ചോ ഇല്ലേന്നൊന്നും, ഞാനൊക്കെ സിഗരറ്റ് വലിക്കുന്ന ആളായിരുന്നു, പുക വലിക്കുന്ന ആളായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മന്ത്രി പറയുന്നത്. ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ നടക്കുന്ന ഒരു മന്ത്രിയും കൂടെ ഉണ്ടെങ്കിൽ അതെ അതെ, ഈ ശക്തമായ സംവിധാനം സർക്കാർ ഭാഗത്തു നിന്നുണ്ടാകണം. സർക്കാർ ശക്തമായ നിലപാടെടുക്കണം. സിനിമാ സെറ്റുകളിലെല്ലാം പരിശോധനകൾ കർശനമാക്കണം. അതായത് ഏതൊക്കെ സ്ഥലത്തു നിന്ന് ആരൊക്കെ വരുന്നുണ്ട്, ഓരോരുത്തരുടെ ID കാർഡുകൾ പരിശോധിക്കണം. ഈ സിനിമയിൽ കയറുന്നതിന് മുമ്പ് ഈ റെയിൽവേ സ്റ്റേഷനിലും മെട്രോ സ്റ്റേഷനിലെയും പോലെ സ്കാനിങ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തി വേണം ആളുകളെ അകത്തേക്ക് കയറ്റാൻ. ഈ രീതിയിൽ സിന്തറ്റിക് ലഹരി ഇതിനകത്തേക്ക് കടത്തിവിടരുത്. അതായത് ഇവർ താമസിക്കുന്ന ഹോട്ടലുകളിലടക്കം വലിയ പരിശോധനകൾ നടത്തണം. പരിശോധനകൾ നടത്തി ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്താൻ അമ്മ പോലുള്ള സംഘടനകൾ ശക്തമായ നിലപാടെടുക്കണം. അങ്ങനെയുള്ളവർ ഇനി സിനിമയിൽ എടുക്കരുത്. അത്തരത്തിൽ ശക്തമായ നിലപാടുകളുമായി പോയാൽ മാത്രമേ ഇതിനകത്ത് ഒരു ഇത് കണ്ടെത്താൻ പറ്റൂ. കാരണം നമുക്കറിയാം, ഇത് മദ്യം പോലെയൊന്നും അല്ല. ഈ ലഹരി മാരകമായ മനസ്സിനെ പോലും വല്ലാത്ത രീതിയിൽ മാറ്റിമറിക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. അതായത് രണ്ടുപേര് ചേർന്ന് ഒരിക്കൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച ശേഷം ഒരാൾ മറ്റേയാളെ കൊന്നിട്ട് അയാളുടെ കുടല് പുറത്തെടുത്തിട്ടുണ്ട്. ഈ കുറച്ചു കാലം മുമ്പ് കുടല് പുറത്തെടുത്തിട്ട് ഇയാൾ ആ ലഹരിയുടെ കെട്ട് വിട്ടതിന് ശേഷം ഇയാൾ പോലീസിൽ പോയി കീഴടങ്ങി പോലീസിനോട് ഇയാൾക്ക് സംഭവിച്ചത് എന്താണെന്ന് അറിയില്ല. അവസാനം പോലീസ് വന്ന് ഇത്തരത്തിൽ ഈ കുടലുമാല വരെ പുറത്തെടുത്ത കാര്യം പറഞ്ഞപ്പോൾ ഇയാൾക്ക് അത് ഓർമ്മ പോലുമില്ല. അത്രമാത്രം വൈകൃതങ്ങളാണ് ഈ ലഹരി പദാർത്ഥങ്ങൾ ഉണ്ടാക്കി തീർക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഷൈൻ ടോം ചാക്കോയൊക്കെ സംബന്ധിച്ചിടത്തോളം സ്ഥിരമായി ഇത് ഉപയോഗിക്കുന്ന ആളാണ്. സ്വാഭാവികമായി എല്ലാവരോടും ഇത്തരത്തിലായിരിക്കും. ഞാൻ പലപ്പോഴും പല കൊച്ചിയിലെ ഹോട്ടലുകളിൽ ഇയാളുടെ സിനിമാ പ്രൊമോഷന് വേണ്ടി ഞാൻ റിപ്പോർട്ട് ചെയ്യാനൊക്കെ പോയിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഇയാൾ വരുമ്പോഴത്തേക്ക് നാല് ചുറ്റും ആളുകളാണ്. പക്ഷേ ഇയാൾ വെളിവ് കെട്ടാണ് സംസാരിക്കുന്നത് മൊത്തം. എന്തൊക്കെയോ ഇയാൾ പറയുന്ന ആർക്കും ഒന്നും മനസ്സിലാവത്തില്ല. ഷൈൻ ടോം ചാക്കോയുടെ സ്പീച്ച് കേട്ട് നോക്കിയാൽ മതി, നമുക്കൊന്നും മനസ്സിലാവത്തില്ല. പക്ഷേ ഇൻ്റർവ്യൂ എടുക്കാൻ നൂറുകണക്കിന് യൂട്യൂബേഴ്സ് വന്ന് നിൽക്കുവാണ് അവിടെ. പക്ഷേ ഇയാൾ ഈ രീതിയിലാണ് ഇയാളുടെ സംസാരവും ഇതും. അതുപോലെ തന്നെ സിനിമയിലും ഈ പറഞ്ഞതുപോലെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുള്ള അഭിനയമാണ് ഇയാൾ കാഴ്ചവെക്കുന്നത്. പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പം എന്തോ ന്യൂ ജെന്നിൻ്റെ ഒരു ഇതായതുകൊണ്ട്. പക്ഷെ ആ ന്യൂ ജെന്നിന് ഒരു കടിഞ്ഞാണ്ട് ഇടേണ്ടത് അത്യാവശ്യം. ഷെയ്ൻ നിഗത്തിന് മാറ്റം ഉണ്ടായി. തീർച്ചയായിട്ടും മാറ്റം ഉണ്ടായി. എല്ലാ ഇപ്പൊ പഴയ പോലെ ഒന്നും കേൾക്കുന്നില്ലല്ലോ. സിനിമയിലെ ആ പരിപാടികളൊക്കെ നിർത്തിയിട്ട് മര്യാദയ്ക്ക് പൊക്കോണ്ടിരിക്കുന്ന ഒരു തവണ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുകയും നടപടിയെടുക്കുകയും ചെയ്തതിന്റെ ഫലമാണ് ഈ ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ബാസി അടക്കമുള്ളവർക്കെതിരെയും. ശ്രീനാഥ് ബാസി അഹങ്കാരത്തിന്റെ അങ്ങേയറ്റമാണ് ശ്രീനാഥ് ബാസി. ഇത് കർശനമായ നടപടി എടുക്കാതെ ഇവരുടെ ഈ സ്വഭാവത്തിൽ ഒരു മാറ്റം ഉണ്ടാകില്ല എന്നാണ് ഞാൻ പറഞ്ഞ. ഈ സംവിധാനങ്ങളെല്ലാം, സർക്കാർ സംവിധാനങ്ങൾ, അമ്മ, അതോടൊപ്പം തന്നെ സിനിമാ സംഘടനകൾ, മാക്ട, നിർമ്മാതാക്കൾ എല്ലാവരും കർശനമായ നിലപാടുമായി രംഗത്തെത്തിക്കഴിഞ്ഞാൽ ഇവന്മാരെല്ലാം പൊടിയും തട്ടി പൊക്കോളും. അല്ലെങ്കിൽ ഇവന്മാർ ഒന്നുകിൽ ഇതിന് പൊടിയുമായി തുടരേണ്ട അവസ്ഥയിലേക്ക് വരും.